വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും വന്നേക്കാണ് ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ട്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ ആണ്. ഫ്രീ ഫയർ അപ്പം നമ്മുടെ പഴയ അക്കൗണ്ട് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പെറ്റിനെ കൂടെ എടുത്ത് കിട്ടും. കണ്ണുമാൻ കൊടുത്തിട്ടുണ്ട്, അല്ല നമ്മുടെ പെറ്റ് മാറ്റുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുത്താലോ? സ്റ്റാർട്ട് കൊടുക്കാം. നമ്മൾ സൈപ്പോപ്പി ആകുമ്പോൾ കൊടുക്കാം. അതൊക്കെ നോമ്പാണ് അതുകൊണ്ട് അങ്ങനെ കൊടുക്കൂല കേസ്. ഒക്കെ നോക്കാം, പറ്റുമെങ്കിൽ പറ്റും. എല്ലാവരും വെച്ച് വെച്ചെടുക്കാം. നമ്മൾ ഇതിന് ഈ ഫോണിൻ്റെ ബാക്കിൽ നിന്നൊരു സാധനം നമ്മൾ മേടിച്ചിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, എല്ലാം ചാടി കേസ്. ഞാൻ മാത്രമേ ഉള്ളൂ ചാട്ട, പക്കത്ത് പേരെ ചാടയുള്ളൂ. എനിക്ക് കയറാൻ വേണ്ടത് ഇവിടെ എവിടെയുമല്ല. ക്ലോക്ക് ടവറിലോട്ടേക്കാണ് ചെയ്തത്. അതുകൊണ്ട് അവിടെ ആയിട്ടാണ് ക്ലോക്ക് ടവർ വന്നേക്കുന്നത്. റെഡി ക്ലോക്ക് ടവറിലോട്ട് പോകാൻ പറ്റുമോടെ? ഓക്കെ, പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അടുത്തെത്തി. ഓക്കെ, നമുക്ക് ഡൈവ് പിടിച്ചേക്കാം. ഇനിയെല്ലാം ഉള്ള ദൂരെ തന്നെ ആട്ടെ. നമുക്ക് പറ്റിയെങ്കിൽ നമ്മൾ പബ്ജി കയറ്റും കേട്ടോ. പബ്ജി കയറ്റിയിരിക്കും, ഉറപ്പില്ല. കയറാൻ പറ്റുമെങ്കിൽ നമ്മൾ കയറ്റിയിരിക്കും പബ്ജി. അത് നമുക്ക് നേരം നല്ലൊരു കണ്ണ് കിട്ടണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കയറാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നല്ല കണ്ണാണോ? ഓക്കെ, നമുക്ക് ഈ ഒരു കണ്ണ്. ചെന്തോടെ ഇതെന്നെ കാട്ടിന് വലിപ്പമുണ്ടല്ലോ. അതത്രക്കില്ല. ഓക്കെ, എനിക്ക് ഇതല്ലേ ഇത് മതി. ഇപ്പം നമുക്ക് ചീത്ത വിളിക്കാനൊന്നും പറ്റത്തില്ല, ബിക്കോസ് നമ്മൾക്ക് നോമ്പാണ് ഗൈസ്. ചീത്ത വിളിച്ചാൽ നോമ്പ് പറയും. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പം തന്നെ കൊന്നില്ല. ഉണ്ടവൻ ആളുണ്ട്. ഞാൻ കണ്ടേ അവനെ. എന്തേടാ അവൻ? ഓക്കെ, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എഡിറ്റല്ല, അങ്ങോട്ടും മാറ്റാം. ഓക്കെ ഗൈസ്, ഇപ്പം എനിക്കെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് പൗഡർ ഇട്ടായിരുന്നു ടച്ചിലൊരു ഉറക്കായനെ. അങ്ങനൊക്കെ അങ്ങ് പോയാലോ മരം. ഓക്കെ, ഹെഡ് അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഹെഡ് അടിച്ച്. എനിക്ക് പലർക്കും എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ സാധനമുള്ള ഇതാണ്. അതിൻ്റെ ടീമായിട്ട് കളിക്കാം. പിടിക്കണ്ട കേട്ടോ. ഓക്കെ, സൂട്ടോടെ ആരും ഇല്ലേ? നോക്കാം. അതുകൊണ്ട് നമുക്ക് നല്ല കുറച്ച് സ്പീഡ് ഓടാൻ പറ്റുകയാണെങ്കിൽ ഒരു നല്ല കാര്യമായ അതിനകത്ത്. ഓക്കെ തപ്പോൾ എടുത്തല്ല നമ്മളെ പോയി. ഇവിടെ ആരുമില്ല കേസ്. നമ്മൾ അത് ചാടിയല്ലേ? അതന്നെ എനിക്ക് തോന്നി. ഇവിടെ അല്ലേ നമ്മൾ നേരത്തെ ഒന്ന് റീസ്പോൺ ആയത്. എന്തൊരു പൊട്ടനാ. ഓക്കെ, നല്ല മണ്ട നമുക്ക് ചാടി ഹെൽത്ത് കുറയുമല്ലേ. ഞാനത് ഈയിടെയായിട്ടാണ് കേസ് പറഞ്ഞത്. എന്നാലും അടിച്ച് കയറ്റിയേക്കാം. അതൊന്നുമല്ല, രാവിലെ അടിച്ച് എന്തോ ഗ്ലിച്ചടിച്ചത് പോയിരുന്നു. എൻ്റെ അകത്തോട്ട് കയറിയ പണിയാണ്.
ഓ ഇത് പൊളിയാ. പക്ഷേ ഇവിടുന്ന് ഒരൊറ്റ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ വിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ പോയേക്കും. അപ്പം മറ്റുള്ള ഇരകളെ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ലൈക്കും സബും ചെയ്തായിരുന്നു. കുറച്ച് ഊർജ്ജം കിട്ടിയേനെ. എന്നാ பண்ணி வச்சிருக்கடா അവനെ കുനിഞ്ഞിരിക്കുക. ചീത്തയല്ലല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ അടിച്ച് കയറ്റിയിട്ട് ഹെൽത്തെല്ലാം കൂട്ടി പിടിച്ചെടുത്തിട്ട് നമുക്ക് വീണ്ടും പോവാം. ഒരാളെ കണ്ടില്ല. ഈ മലയുടെ താഴ്വഴി കൂടെ എല്ലാവരും ഇറങ്ങി വരും. ഓ വെള്ളത്തിൽ വീഴണ്ട. വെള്ളത്തിൽ വീണ പണിയാണ്. നമുക്കെന്താ ഇതിനകത്തോട്ട് വെള്ളത്തിലെ പണിയല്ല വെള്ളത്തിലാണ്. അപ്പം നമ്മൾ പതിയെ സൈലൻ്റായിട്ട് പോകണം. നമുക്ക് വേണമെങ്കിൽ മൈക്ക് ഓണാകാം കേട്ടോ. മൈക്ക് എന്ത് ചെയ്യാൻ ഞാൻ മറന്നുമില്ല. മൈക്ക് എവിടെ വന്നു? മൈക്കില്ലെന്ന് തോന്നിനകത്ത്. 34 പേരുണ്ട്. ഇനി കൊല്ലട്ടെ. സായിപ്പോപ്പിയാണ്. നമ്മളെ മനഃപൂർവ്വം അങ്ങനെ വിളിച്ച പ്രശ്നമാണ്. അതാണ് നമ്മൾ വിളിക്കാത്തത്. 30 ദിവസത്തേക്ക് ഞാൻ വിളിക്കത്തില്ല. നിനക്ക് തമ്മി പരസ്പരം വെടിവെച്ച് ചത്തുവിടാ. എന്നെ വെടിവെക്കുന്നത് എന്തിനാടാ? ഓക്കെ, അവനെ കൊന്നു. അടുത്താൻ വാ. എന്തേ ഓടിയോ അയാള്? എന്തൊക്കെയാ ഓടാൻ? നിൽക്കടാ അവിടെ, ഓടി നോക്ക്. ഓക്കെ, രണ്ടാമത്തെ കൊന്നിട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ എവിടെ നിന്നും കണ്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ടിക്കറ്റ് പോയിക്കടാ. ഓക്കെ, വാ. തന്നെ കൂടിക്കൊള്ളുമല്ല. അടിച്ച് കെട്ടിട്ടല്ല ചെയ്യാൻ. ഈ മിനി കണ്ണു പോത്തില്ലേ? എനിക്ക് മിനി കണ്ണ് ഇഷ്ടപ്പെടാതാണ് ഞാൻ ചോദിച്ചത്. അത് ചെറുതായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ സേതോണിൻ്റെ കീഴിൽ വന്ന് നിൽക്കുന്ന എന്തിനാ? സേതോണിൻ്റെ കീഴിൽ വന്ന് നിൽക്കുന്ന കേസ് ഞാൻ എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ സൂക്ഷിച്ച് വേണം പോവാൻ. 25 പേരും കൂടെ ഉണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഇതായിരുന്നു എൻ്റെ പേര്, അതും മറന്നുപോയി. എന്തുകൊണ്ട് അതിൻ്റെ പേരായിട്ട് ഇവിടെ കണ്ട് കാറുണ്ടെന്നാണ് പറയുന്നത്. കാർ ഇവിടെ കണ്ട് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പറയുമല്ല, കാണിക്കുക നമ്മളെ. നമുക്ക് എന്നാലും കയറിയേക്കാം. ഇവിടെ എവിടെയും കാറൊന്നുമില്ല. അതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് കാറിട്ടേക്കുന്നു. പൊട്ടന്മാരാ. ഇത് ചാടിക്കിടക്കുകയും മഴയുള്ളൂ. ഓക്കെ, ഇങ്ങോട്ട് പോവാം. ഓട്ടച്ചാട്ട സൈഡിലോട്ട് വെച്ചേക്കാം. കുറച്ച് സ്പീഡിൽ ഓടറേ. ഇവളിങ്ങനെ ഓടുന്നെങ്കിൽ ഞാൻ ചാവും. എടുക്കാൻ പറ്റുമോ? അതെടുക്കാൻ പറ്റത്തില്ല. നമ്മളെന്താ പതിയെ സംസാരിക്കുന്നെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു രസം. അല്ലാതെന്താ? ഇവിടെ വണ്ടിയില്ലേ? അവിടെ വണ്ടി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഞാൻ പ്ലേയേഴ്സിനെ ഒന്നും നോക്കുന്നില്ല, പറന്നങ്ങ് പോവുക. ഇവിടെ ആകുമ്പോഴേ അത് നിൽക്കും. നമുക്കെന്തായാലും
സ്പീഡിൽ പോവാ. ഫാഡ്ലി ഇവിടെ ഇത്രയും പേരൊക്കെ എലിമിനേറ്റഡ് ആയെന്നൊക്കെയാണ്. എടാ ഡ്രൈവ് ചെയ്യടേ. ഓക്കെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഓടണം. കാരണം സേഫ് സോണാണ്, സേഫ് സോൺ പ്രശ്നമാണ്. അതൊക്കെ കൊണ്ട് തന്നെ വേറെന്താ. ഇവിടാണ് നമുക്ക് കയറിയേക്കാം. ഇതിൻ്റെ നട്ടുക്കോട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് വരെ ഈ സേഫ് സോൺ വരുത്തുള്ള എന്നാണ് പറയുന്നത്. ആണെങ്കിൽ രസം. നമുക്കിത് ഇങ്ങനെ വെക്കാം കേസ്. ആ ബോർഡ് ഒരു പാടില്ല അങ്ങോട്ട്. കേട്ടോ എൻ്റെ അടപ്പുണ്ട്, പേടിക്കാൻ വേണ്ട. ഓക്കെ, നമുക്ക് ഇവിടെ നല്ലോണത്തിനെയും വെടി വെക്കാം. 5 പേര് ചത്ര ചിലപ്പോൾ ഞാൻ മിക്കവാറും ചാവും കേട്ടോ. 5 പേര് ഇവിടെ, 5 പേരില്ല. ഒരാളിപ്പോലും കാണുന്നില്ല, അതുകൊണ്ട് കേസിട്ടുണ്ട്. ഓക്കെ, അവനെ കൊന്ന് തീർത്തിട്ടുണ്ട്. അടുത്തവാ. നമുക്ക് ഹീറോയ്ക്കൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വല്ലപ്പോഴൊക്കെ കളിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ നിന്നാൽ മതി. ഇവിടെ വരെ ഇത് വരും. ഇവിടെ നിങ്ങൾ ചുറ്റും നോക്കണം, മനസ്സിലായോ? അതാണ് ട്രിക്ക്. എവിടെ നിന്നെങ്കിലുമൊക്കെ എടുത്തും കയറി വരും. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ. ഇനി 4 പേരും കൂടെ. 4 പേരെവിടെ? വണ്ടാരും നിൽക്കുന്നില്ല. എനിക്ക് തോന്നിയതാണ്. എനിക്ക് നെഞ്ചടിക്കുന്ന കേസ്. ഇത് കഴിഞ്ഞിട്ട് വേണം പള്ളിയിൽ പോയിട്ട് കഞ്ഞി മേടിക്കാൻ. അവനെ വെറുതെ വിട്ടാൽ കളി കാര്യമാവും. എന്നെ ആരോ വെടിവെക്കുന്നുണ്ട്. ഓക്കെ, മറ്റവൻ എന്ത് അവൻ? എടാ പക്ഷേ ഈ ഓക്കെ 2 പേരും കൂടെ ഉള്ളു. ഇനി ഞാനും വേറെ തന്നെ മാത്രം. എന്തായാലും ഓടണം, അതേ ഉള്ളു വഴി. ഞാൻ ഹെൽത്തൊന്നും നോക്കുന്നില്ല. ഇവനെ ആദ്യം അങ്ങ് തീർത്തായിരുന്നെങ്കിൽ വേറെ പണിയില്ലായിരുന്നു. കൊന്നടാ, മിനി ഗണ്ണുകൊണ്ട് കൊന്നടാ ഞാൻ. എടേ, എനിക്ക് പുയ അടിച്ചിട്ടുണ്ട്. പുയ അടിച്ച് കേസ് എനിക്ക്. സെക്കൻഡ് പുയയോ? നമുക്ക് പുയ അടിച്ച് സമങ്ങനെ പുയ അടിച്ച് കയറ്റാൻ ഇട്ടിട്ടുണ്ട്. ടാപ്പ് ടു ക്ലൈം. ഫൈനലി ഇതൊന്നും വേണ്ട ഗൈസ്. പുയ പാസൊക്കെ വേണം. പ്രസക്റ്റ് വേൾഡ് പ്രസക്റ്റിൽ പോയല്ലോ. എനിക്ക് ഇവനെ കിട്ടിയാലോ? പെർഫെക്റ്റ് 5, പെർഫെക്റ്റ് 1, പെർഫെക്റ്റ് 2, പെർഫെക്റ്റ് 3. ഇവളെ മതി. തരാ എൻ്റെ എനിക്ക് എത്രയും പോലും ഇല്ല കേട്ടോ. ഹീറോയ്ക്കുമ്പം ആഡ് ചെയ്യാൻ വേണ്ടി എനിക്കറിയില്ല. വേൾഡ് ഇവൻറ്റ്സ് ന്യൂ വിൻചെസ്റ്റർ. ഓക്കെ ഗായ്സ്, അടുത്ത ആൾ കളിക്കുന്ന
എനിക്കിതിനിട്ട് ഓണായിട്ടില്ല. ഓ, ബ്ലൈൻഡ് ഇയർ അക്കൗണ്ട് എനിക്കത് മനസ്സിലായില്ല. ലോൺ ഓഫ് ഹെഡോ കൺഫേം അത് ഓണാണതേ ഉള്ളൂ. ഓക്കെ, ഹെഡ് ഷോട്ട് അടിക്കണം, അത്രേ ഉള്ളൂ അല്ലേ? നോക്കാം. ഞാനാണോ ഇത് ബൈ? ഓക്കെ, ഇത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. എനിക്ക് ഹെഡ് അടിച്ചും വിടണം. ഇപ്പം ചത്തല്ല നമ്മൾ. എടാ കൊന്നടാ. അവൻ കൊന്നടാ നമ്മളെ. ഓക്കെ, റിവെഞ്ച്. ചിലപ്പോൾ ഞാൻ മൊയമ്മയാവാം കേട്ടോ. ഓക്കെ, എവിടെ നിന്നാവാൻ വരുന്നത്? അവൻ എന്തുകൂടെ ഹെഡൊക്കെ അടിച്ചു കൊടുക്കാൻ. എനിക്ക് ഹെഡ് അടിച്ചു വിടാൻ അറിഞ്ഞൂടെ? ഇത് വല്ലാത്ത കാര്യം. ഇവിടെ ഹെഡ് അടിച്ചു വിട്ടാൽ എനിക്ക് തോന്നുന്നു അവൻ മരിക്കൂ. അവനെന്തുവാണ് ചെയ്യുന്നത്? ഞാൻ മോയാവും കേട്ടോ. പക്ഷെ നമ്മൾ തീരൂല. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ. ഹെഡടിക്കാൻ പറ്റിയത് തന്നെ അവൻ്റെ അടുത്ത് തന്നെ. കാരണം എനിക്ക് ഹെഡ് അടിക്കാനുള്ളൊരു നല്ലൊരു സമയം കിട്ടിയായിരുന്നു. ഞാൻ ഹെഡ് അടിച്ചില്ല, പക്ഷെ അത് അടിച്ചു വെച്ചടാ. അവൻ ഹെഡ് അടിക്കുന്നടാ എന്നെ. വേറെ പണിയില്ലാത്ത നൂബാണ്. നൂബായി എന്താ ചെയ്യാൻ നോക്കണേ. നൂബായി പോയി. വേറെ വഴിയില്ല. എടാ അവനെ ഹെഡ് അവൻ പ്രൊവാണ്. എന്താ അവൻ ജയിച്ചേട്ടാ. മാച്ച് പോയിൻ്റായിട്ട് ഇത് നമുക്ക് നല്ല ചറപറ പോകുന്ന വണ്ടി വേണം. എക്വിപ്ഡ് ചെയ്തു. മിക്കറിഞ്ഞാണ് ചവിട. എവിടുന്ന് തോറ്റടാ. കണ്ടോ അവനെ? എന്തുവാന്ന് കണ്ടോ? ഞാൻ നൂബായി പോയതാണ് പറയുന്നത്. ലോബിലോട്ട് പോവാം. കണ്ടിന്യൂ എടുക്കാം. നമുക്കിത് മാറ്റിയിട്ടേ ക്ലാഷ് സ്ക്വാഡ് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഒരു സ്ട്രീം ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിന് 50 സബ്സ്ക്രൈബേഴ്സ്. ഇത് എനിക്കെല്ലാ വണ്ടികളും ഉണ്ടോ? എങ്ങനെയാണ് എല്ലാവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ഇവരൊക്കെ ടീമാണ്. നമ്മുടെ കൂടെ ആണ് ഇവന്മാർ വാങ്ങുന്നത്. ഓക്കെ, അവനെ ഫസ്റ്റ് ഡൂമിൽ കൊന്നിട്ടിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നടാ? ഓക്കെ, നമുക്കൊന്ന്
സെക്കൻഡ് വന്നു. സെക്കൻഡ് നമുക്ക് കുറച്ചും കൂടി അൺലോക്ക് ആയി. ഓക്കെ 100 ബുള്ളറ്റ് ഉണ്ട്. നീ എന്തെടുത്തേക്കണം മോനെ? നമ്മളെല്ലാവരും ഒരേ അല്ല ഒരേ തല്ല കേസ്. ഒന്ന് ഓപ്പണാവോ? ഓക്കെ ഓപ്പണായി. അപ്പം ഞാൻ ചാടി. നമുക്കിവിടെ പതിയെ പോകണം. യുവന്മാർ ചിലപ്പോൾ പ്രോ ആയിട്ട് കളിക്കാൻ നല്ല സാധ്യതയുണ്ട്. കണ്ട പ്രോ ആയി കളിക്കാൻ പൊളി എടാ പൊളി കണ്ട പൊളി. അവന്മാർ എന്തിടാ കൊന്നടാ. ഓക്കെ ഫസ്റ്റ് ഡുമ്മി കൊന്നിട്ടുണ്ട്. ഓക്കെ കൊന്ന്. എൻ്റെ ഉമ്മയുടെ ഫോൺ കണക്ക് ചൂടാവുന്നുണ്ട് കേട്ടോ. മിക്കവാറും പൊട്ടും. ഓക്കെ ഇനി എവിടാ? ഓക്കെ ഇവിടെയല്ല. നമുക്ക് രണ്ട് ചെറിയായിട്ട് കണ്ടായി. കണ്ട എന്നെ കണ്ടറിൽ നിങ്ങൾ കണ്ടറില്ലേ? നല്ലൊരു തോക്ക് തന്നെ വേണം. റിസോഴ്സസ് നമുക്കിത് മേടിക്കാം. ഓക്കെ നമുക്ക് 2 എണ്ണം ഉണ്ട്. നമുക്ക് ഇതെടുക്കാം. രണ്ടും ഒരേ തവണല്ലേ? സോറി. 8x അടിച്ചിടാം. സ്നൈപ്പറാണ്. എവിടെയെങ്കിലും കാണുമോ അമ്മമാർ? എടാ എന്തുകൂടാ അത്? എനിക്ക് സാധാ തോക്കാൻ ഇഷ്ടം. കൊന്നിട്ടുണ്ട്. അവന്മാരെ ഫസ്റ്റ് കില്ലൊന്നും അല്ല, അവനെ അടിച്ചു. ഹെഡ് അടിച്ചിട്ടുണ്ട്. ഓക്കെ അവൻ എനിക്കിനി രക്ഷ നേടാൻ പോകുന്നില്ല. കൊന്നിട്ടേക്കണം അവനെ. അപ്പം അവനെ കൊന്നിട്ടുണ്ട്. നമുക്ക് 3ാമത്തെ എന്താടാ? എടാ ഇത് വലിയ ചെറുതാകുന്നുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാ. മറ്റുള്ള എന്താണോ ചത്ത് കൈസ്. അവനൊന്നും ചത്തതല്ല. കൊന്നു കൈസ്. നമ്മൾ കൊന്നിട്ട് നമ്മൾ മാച്ച് പോയിന്റ് എത്തി. ഇതൊരെണ്ണം വേണം, പിന്നെ ഇതൊരെണ്ണം വേണം. ഇത് 2 മതി കൈസ്. ഓക്കെ ഒരെണ്ണം മേടിക്കാൻ പറ്റുള്ളൂ. ഇതേ മേടിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് മൈക്കുണ്ടോ? ഇത് മൈക്കുണ്ട് കൈസ് നമ്മൾ. പക്ഷെ അത് നിൽക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാനൊക്കെ പറ്റും. അയ്യമ്മ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് തള്ളായിരുന്നു. അടിച്ചിട്ട് അവൻ്റെ തലയ്ക്ക് അടിച്ചിടും. ഓക്കെ 2 എണ്ണത്തിന് അടിച്ചിട്ടുണ്ട്. അവനെ കൊന്നു. അവനെ ആരട്ടാ കൊന്ന? ബൂയ. പടാ വീട്ടിൽ പോടാ. ഇത് നമുക്ക് ബുയ അടിച്ച്. അതിനകത്ത് ഹീറോ ഇവനാണ് കേട്ടോ. ഓക്കെ എന്നിട്ടും തേർഡാണ് ഞാൻ. ഓക്കെ മാച്ചിങ്
4-4. ഓക്കെ, ഇത് മാത്രമേ എനിക്കുള്ളൂ. ബൈക്കാർട്ടി കയറിയ 2 കിട്ടി കേസ്. 2 തൂക്കിട്ടി ഉണ്ട്. ഇങ്ങനെയുണ്ട്. പലരും ഉണ്ടാ തൂക്കി ഇട്ടത്തേക്കുന്ന കേട്ടോ. ഓക്കെ, നമുക്ക് അടിച്ചേറ്റാം. സൈലൻ്റ് ആവുന്നു. സൈലൻ്റ് ആടാ. എന്ത് സൈലൻ്റോ ഇത്? എടാ ഞാൻ ഒറ്റയ്ക്കാവും കേട്ടോ. എന്നെ ആരും അടിക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ടീമിൽ. നമ്മളെ വെടിവെച്ചിട്ടുണ്ട് അവന്മാർക്കൊന്ന്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഓക്കെ, ഇനി ഭയമാണ്. മക്കളെ നല്ലോണം കളിച്ചോണം. ഞാനും നല്ലോണം കളിച്ചില്ല. പക്ഷേ നല്ലൊരു തോക്ക് കിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. ഓപ്പൺ ആവുന്ന അമ്മച്ചി തൊട്ടടുത്ത് ഇതും കൊണ്ടുവന്ന് വെച്ചേക്കണത്. എടാ എന്തുവാടാ കാണിച്ചു വെച്ചേക്കുന്നത്? സേഫ് സോൺ കൊണ്ടുവന്ന് തൊട്ടടുത്തോണ്ടൊന്ന് വെച്ചേക്കുന്നത്. അവന്മാർ പൊട്ടനാ. കതരം മുസ്ലിമോ? എടാ ഒരു ഗിവപ്പ് വന്നിട്ട് പോടേ. ഗിവപ്പ് പോയി. ഞാൻ ചെത്ത് മോനെ പ്രോയായിട്ട് കളിച്ചോണം. അവന്മാർക്ക് 2. ഞാൻ കളിയിൽ നിന്ന് ഇറങ്ങി പോയാലോ. പ്രോയായിട്ടാ കേട്ടോ അവന്മാർ കളിക്കുന്നത്. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പം ഏത് തോക്കണം എടുക്കല്ലേ? അടിച്ചിടാൻ വേണ്ടി ഒരു തോക്ക്. ഇനിയാളോ ഞാൻ തന്നെ നോക്കിക്കോളാം. ഇത് അവന്മാരുടെയൊക്കെ ഔട്ട്ഫിറ്റൊക്കെ കണ്ടിട്ട് എന്തുവാ മോനെ. പക്ഷേ മടക്കത്തൊരു ഉടഞ്ഞ കളിയുണ്ട്. മാച്ച് പോയിൻ്റ് ഞാൻ സമ്മതിക്കല മക്കളെ. അടിച്ചിട്ട് കളിച്ചോ. അടിച്ചിടണം. അടിച്ചിടുന്നുണ്ട്. ആരും കണ്ട് ബാക്കിൽ സൈഡിൽ നിന്ന് അങ്ങോട്ടൊക്കെ. ഓക്കെ, അവിടെ നിന്നാണ് അടിച്ചിടുന്നത്. ഓക്കെ, അടിച്ചിട്ട് മാച്ച് പോയിൻ്റ് ആയ സമ്മതിച്ചില്ലേ നമ്മൾ. സമ്മതിക്കരുത്. ഇതാണ് മെയിൻ തോക്ക്. എനിക്കിപ്പോൾ വേണ്ടത് ഈ തോക്ക് മോനെ പൊളി തോക്ക. ഈ തോക്ക് 2 മേടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. കാണിച്ചു തരണം. ബട എന്താ ഭാഗ്യത്തിനാന്ന് പറ. സൈലൻ്റായിട്ട് കൊല്ലണം. പീസ്ഫുൾ കൊല്ലൽ. അതാണ് ഈ മിഷൻ്റെ പേര് ഗൈസ്. പ്രകള്ളനാണോ നിങ്ങൾ? സെക്കൻഡും അടിച്ചിട്ടടാ മുത്തേ. മറ്റേവൻ തനിയെ പോയി മേടിച്ചോളും. അപ്പം അടുത്ത ആളെ നോക്കിയാൽ മതി. 2-2. ഇനിയാണ് മാച്ച് പോയിൻ്റ് വരുന്നത്. മാച്ച് പോയിൻ്റ് ആയില്ലേ?
ഇത് മാത്രം മതി എനിക്ക്. ഓക്കെ, നിങ്ങൾ സബും ലൈക്കും ചെയ്തെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എത്ര മണിയായി? 3:16 ഞാൻ നേരത്തെ പോകണോ? അടിച്ചിട്ടിട്ട് പോവാം. വാ മക്കള് വന്നേ, മക്കള് ഇങ്ങോട്ടൊന്ന് വന്നേ. എല്ലാത്തിനും അടിച്ചിടണം, മനസ്സിലായി? എന്തുവാടാ? എവിടെ നിന്നാടാ അടി? എടാ മക്കളെ തോണ്ട അവിടെ നിന്ന് അടി അടിച്ചിട്ടോ? ഓക്കെ, ഓക്കെ ഗൈസ്, മാച്ച് പോയിന്റ്. ഇനി നമ്മൾ ഇരുന്ന് കളിക്കുമ്പോൾ അത്ര നേരം കിടന്ന് ഐഡിയാസ് കളിച്ചത്. നമ്മളതിനകത്ത് പ്രോ ആയിട്ട് കളിക്കണം. തലവേദന ലൈക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ജയിക്കാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബും ചെയ്തും ലൈക്കൊന്നും ചെയ്തില്ലെങ്കിൽ മാമൻ വിഷമായിപ്പോൾ എന്താ ചെയ്യാനെന്ന് പറയുന്നത്. അന്തിയിലാണോ? ആദ്യത്തെ 2 കളിയായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോയത്. ഇനി ഇങ്ങോട്ട് വിട്ടു പോകാനേ പാടില്ല. അമ്മാതിരി കളിയായിരിക്കണം, അത്ര എനിക്കറിയുള്ളൂ. എന്തിയടാ ഒരുത്തനെപ്പോലും കാണുന്നില്ല. അടുത്ത് ഫുള്ള് ഭാഗ്യം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അടുത്തുണ്ട്. അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടീം അടിച്ച് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ടീമായിരുന്നു, സോറി. അവനെ കൊന്നിട്ട് നമുക്ക് പിടിക്കാം. ഞാൻ ഒരു ഭാഗത്ത് ഞാനൊന്ന് റെഡിയായിരുന്നു. പക്ഷെ ഞാനല്ല സത്യം പറഞ്ഞ ഹീറോ. ഇന്നത്തെ ഇവനാണ് ഹീറോ. അൻഷ്. ഓക്കെ, പോയി അടിച്ചിട്ടുണ്ട്. പോവാം, നമ്പറല്ല. ആദ്യത്തെ 2 കളി അവന്മാർ എന്തും അടിച്ചിട്ടത്. അപ്പോൾ ഗൈസ്, ഇവിടെ ചെന്ന് നമ്മുടെ വീഡിയോ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം എന്തോ ഓക്കെ, അൻഷ് നമ്മളിവിടെ ഇടുന്നുണ്ട്. ഇടുന്നുണ്ട് റെഡി. എന്തോ കാണിക്കുന്നു, എന്തോ ഇത് ഫ്ലാഷ് സ്ക്വാഡ്. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടേ. വീണ്ടും കളിക്കാൻ പറയുന്നു ഇവന്മാർ രണ്ടും കൂടെ. കളിക്കാം. അടിച്ചിടണം, അത്രേ ഉള്ളൂ എനിക്കറിയാം. ചെറുതായിട്ട് തന്നെ പേടിച്ച് പൈസ പോകുന്നൊക്കെ. പൈസ ഒന്നും പോകുന്നില്ല കേട്ടോ, ഭാഗ്യം. ഇങ്ങനെ പറഞ്ഞാൽ പൈസ പോകില്ല കേട്ടോ. ഇത് വേറൊരു കാര്യം. എല്ലായിടത്തും തിരന്ന് എന്ന് അടിച്ചോണം. എന്നെ അടിച്ചിട്ടിടാ അമ്മക്ക്. ഇട്ടൊന്ന് ഹെൽപ്പ് ചെയ്യടാ എന്നെ. ഇല്ല, അയന്മാനെ പോലെ ആയല്ലോ. കൊന്നടാ. നീ എന്നെ കൊല്ലുമല്ലേ? നീ എന്നെ ഞാൻ കൊല്ലുമല്ലേ? അടിച്ചിടടാ. അനസ അടിച്ചിട്.
ഇത് ഞങ്ങൾ പിസ്റ്റലായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അത് നിങ്ങൾ മറക്കണം. പറയില്ല. ഞാമിക്കറ് കളി നിർത്തിപ്പോ കേട്ടോ. മറ്റേ 3 അടിച്ചിരുന്നത് ഇങ്ങനെ ചാവടാങ്ങ്. നമുക്ക് നേരത്തെ പോലെ ലാസ്റ്റ് ടെസ്റ്റിലത്തോട്ട് കൊണ്ടുവരാം. മേടിച്ച് ഡിഫിറ്റ് അല്ലേ, കൊള്ളാലോ. അടുത്ത കളി ബായാള്, അടുത്ത കളി ബായാണ്. ഓക്കെ, എൻ്റെ മെയിൻ കണ്ണെടുത്ത് ബാ. ഇനി നിനക്ക് ജഗനാന്ന് കാണാമല്ലോ. അനസേ അടിച്ചിടണം കടല. അനസ് അടിച്ചിട്ടേ വെക്കൂ. അനസ് കിടന്ന് എന്തിനാ ഓടുന്നത്? പെട്ടയ്ക്കുന്ന എന്തിനാ അനസേ? ഓക്കെ, എല്ലാവരും മാറ്റി പുറകെ അടിച്ചോളാം. അതാണ് മെയിൻ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരെയും കാണുന്നില്ലടി. നമുക്കൊന്ന് കയറാം. ഫസ്റ്റ് ടൈമോ? അമ്മാരും ഒരാൾ പോയി. ഓക്കെ, ഇങ്ങോട്ട് ചാടല്ലേ. ഓടറ മനഃപൂർവ്വമല്ല മക്കളെ, ആ ചെറിയൊരു ഹെൽത്ത് പോയി. എടാ അവനെ കൊന്നേട്ടാ. അത് നമ്മുടെ ടീമല്ലായിരുന്നല്ലേ. ഇപ്പം എല്ലാം ഒരു ടീമിനെ ഹെഡടിച്ചു. എൻ്റെ മെയിൻ കണ്ണ് കിട്ടിയ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. തന്നെ മേടിച്ചിട്ടോ തൊണ്ട് ഇവിടെ തറ കിടക്കും. എനിക്കറിയാം. എൻ്റെ ഷൂ തോടാ അനസേ. ഷൂ ഒന്നും എനിക്കില്ലോ. നല്ല ഷൂ എനിക്ക് അത്ര നല്ല ഷൂ കിട്ടുന്നില്ലടാ അനസേ. എവിടെ അനസേ? മനുഷ്യനാണ്. ഓക്കെ, ഒരുത്തന്നെ മണ്ടയ്ക്കാണ് മറ്റടുത്ത് നിൽക്കുന്നത്. വട്ടാണ്. അടിച്ചിട്ടണം. എടാ അനസെ ഒന്ന് രക്ഷപ്പെടുത്തടാ. താങ്ക്സ് എടാ അനസ്. വീണ്ടും അനസ് ഒന്ന് രക്ഷപ്പെടുത്തതാ മകനെ. അനസേ, ഞാൻ മിക്കവാറും ചെയ്യാം കേട്ടോ. ഞാൻ ചാത്ത. അന്നസേ നീ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അനസേ ലാക്കടിക്കുന്നടാ. മാറടാ നീ. എന്താ പറ്റിയടാ അനസേ നിനക്ക്? ചത്തെന്ന് പറ ബായപ്പം. ബാ തീ കളിക്ക് പോയാൽ തീ കളിക്ക് ബാ. സ്വയം തോക്ക് ബാ. നിങ്ങൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ലടാ. സോറി ഗൈസ്. നീ എന്താടാ മോനെ അനസേ? നേരത്തെ പോലല്ല നീ. ലാഗ് അടിക്കരുത് നീ, മനസ്സിലായ? ലാഗ് അടിക്കാൻ പാടില്ല അനസേ, മനസ്സിലായല്ലോ? നീ ഇവിടുത്തെ അയൺമാൻ, ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റൻ പിടിക്കും, മനസ്സിലായി? എനിക്ക് പല ഹെഡി വന്നു, പക്ഷെ അതൊന്നും വർക്കൊന്നുമില്ല. അമ്മാരെന്തിയെ ചുമ്മായിട്ട് ഓടി. ഓക്കെ, അവൻ ചത്തില്ലടാ. അവൻ അവിടെ ഒളിച്ചിരിപ്പുണ്ട്.
അവനെ വെടിവെച്ചിടാൻ പറ്റിയില്ലടാ. വെരി സോ മച്ച് സോറി. ഓക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഇനി ഇട്ടൊരെണ്ണം നോക്കാം. ഓക്കെ നമ്മൾ അവനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ മരിച്ചോ? മരിച്ചില്ലേ ആരും? മരിച്ചില്ലേ? എടാ എന്നിട്ട് എന്നെ എവിടെ വെച്ചിട്ടിടാ അവൻ? അതെന്തുവായിരുന്നത്? അടിച്ചിടാ അവനെ. അവൻ്റെ പൂച്ചയും കണ്ണോ പറഞ്ഞിട്ട് കാര്യമില്ല. എടാ അടിച്ചിടാ, നീ ചാവും മിക്കവാറും. നിന്നിട്ട് നിന്നെ തേടി അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്തൊന്നും അറിയാത്ത പോലെ ഇരുന്നത്. നമുക്ക് രണ്ടായിട്ടുണ്ട്. ഓക്കെ നിൻ്റെ ബുദ്ധിയായിരുന്നല്ലേ അത്? എനിക്കത് മനസ്സിലായില്ല. ഓക്കെ ബാ അനസ, ഇനി എന്നെ വിളിക്കല്ലേ കളിക്കാൻ. അനസേ ഇനി എന്നെ വിളിക്കല്ലേ. എന്തോ പറ്റി അനസിന്? കളി നിർത്തി പോട്ടേടേ. കളി നിർത്താനൊക്കൂല. ഇതും കൂടെ കഴിഞ്ഞിട്ട് പോകും നമ്മൾ. ഇത് മാച്ച് പോയിൻ്റ് ആണെങ്കിൽ എനിക്ക് പേടിയാന്ന് കേട്ടോ. അനസ് തനിയൊന്ന് വിളിച്ചെടുക്കാണ്ട്. ഇപ്പം അനസ് ഞാൻ നടത്തി പോവേ. അപ്പോൾ നമ്മളിവിടെ വെച്ച് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അനസ് അവിടെ തന്നെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾ ലൈക്ക് അടിക്കാൻ വന്നില്ലെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പം എല്ലാവർക്കും ഒരു ഇത് മുബാറക്ക് റമദാൻ ആശംസകൾ. ബൈ.